ഹലോ, മുഖത്ത് നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന 2 സെറം ഉണ്ടാക്കുന്ന വീഡിയോ ആണിത്. ഈ രണ്ടിലേതെങ്കിലും ഒരു സെറം നിങ്ങൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. അപ്പോൾ ഈ 2 സെറം എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് സെറം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഫസ്റ്റ് സെറത്തിന് ഇതേപോലെ ഒരു ക്യാരറ്റാണ്. ഈ ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമുക്കിത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമ്മൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളടുത്ത് സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് ചിരകിയെടുക്കുക. ചിരകിയെടുക്കലിനാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിൻ്റെ നീര് കിട്ടുക ചിരകിയെടുത്താലാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ക്രാപ്പർ അധികം വേറെടുത്ത് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ക്യാരറ്റ് നമ്മൾ റോസ് വാട്ടർ ഉപയോഗിച്ചാണ് അടിച്ചെടുക്കുന്നത്. നല്ല മഷി പോലെ അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ ഉപയോഗിച്ചിട്ട് അതിൻ്റെ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇനി നിങ്ങൾ സ്ക്രാപ്പ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ച് റോസ് വാട്ടറും കൂടി ആ സ്ക്രാപ്പ് ചെയ്ത ആ ഒരു ക്യാരറ്റിലേക്ക് ഇട്ടിട്ടൊന്ന് കൈ കൊണ്ട് പീയുമ്പോൾ നല്ല എക്സാക്റ്റ് നീര് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാരറ്റിൻ്റെ നീര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറയുന്നത് ഒരു അരക്കപ്പ് ഫുള്ള് വേണ്ട, ഒരു 1/4 കപ്പ്, ഒരു 4 ടേബിൾ സ്പൂണും മതി. അതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ പൊടിയാണ്. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് ഈ ചോളത്തിൻ്റെ പൊടി എന്ന് പറയുന്നത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷേ ഈ കോൺഫ്ലോർ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് ക്യാരറ്റ് ജ്യൂസ് എടുത്തതിന് ശേഷം അതിലേക്ക് ഈ പൊടി ഒഴിച്ചിട്ട് കലക്കി ഒഴിച്ചാലും മതി കേട്ടോ. അതിന് ശേഷം ഒരു നല്ലൊരു പാത്രം, എണ്ണയൊന്നും ഇല്ലാത്തൊരു പാത്രം എടുത്തതിന് ശേഷം ഇത് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. കുറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് ടൈറ്റായി വരുന്ന പോലെ തോന്നുന്ന സമയത്ത് നിങ്ങളിതൊന്ന് ഓഫ് ചെയ്തെടുക്കുക. കോൺഫ്ലോർ ഇട്ടത് കൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകിപ്പോവും. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് കുറുകിപ്പോകാൻ പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നിങ്ങൾ തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ആൽമണ്ടിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലി സ്കിന്നുകാരാണെങ്കിലും ആൽമണ്ട് ഓയിൽ ഒഴിച്ചാൽ അവർക്ക് പിമ്പിൾസിൻ്റെ പ്രശ്നം അങ്ങനെ വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടാകുന്ന രീതിക്ക് ഈ ഒരു ഓയിൽ ഒഴിച്ചത്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ സെറം ടോണർ നല്ല വേണമെങ്കിൽ പറയാം റെഡി ആയിട്ടുണ്ട്. ഇതൊരു നല്ല എയർ ടൈറ്റുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിൽ അടച്ച് വെച്ച് സൂക്ഷിച്ച് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ കഴുകിക്കളഞ്ഞാൽ മാത്രം മതി. ഇങ്ങനെ ഡെയിലി ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ മുഖത്ത് നല്ലൊരു തിളക്കം വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു ഡിഫറൻസാണ് ഉണ്ടാകുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു 5-6 ദിവസം പുറത്ത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കുക എന്നാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ദിവസവും രാത്രി യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ടോണർ അല്ലെങ്കിൽ സെറം ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് നമുക്ക് വേണ്ടത് കുക്കുംബറാണ്. അറിയാലോ, ഈ കുക്കുംബർ ആയാലും ക്യാരറ്റ് ആയാലും സ്കിൻ വൈറ്റനിങ്, നമ്മൾ സൗന്ദര്യം വർദ്ധിക്കാനെല്ലാം സഹായിക്കുന്ന സാധനമാണ്. അപ്പോൾ ഈ കുക്കുംബർ നമ്മൾ തൊലിയെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മുടെ ഈ കുക്കുംബർ നല്ല വാട്ടർ കണ്ടൻറ്റുള്ള സാധനമാണല്ലോ. ഇനി നേരത്തെ പോലെ തന്നെ ഇതിൻ്റെ നീരും നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. കുക്കുംബറിൻ്റെ ഒരു നീരും നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. പിന്നെ ഇതേപോലെ നിങ്ങൾ സെറം ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ഒരാപ്പിളും പിന്നെ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക എന്നാണെങ്കിൽ, ദിവസവും കുടിക്കുക എന്നാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു സൗന്ദര്യം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി അങ്ങനെ ദിവസം ജ്യൂസ് അടിച്ച് കുടിക്കാൻ മടിയുള്ളവർക്ക് ഇതേപോലെ സെറം ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മടി കൂടാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ. ഇത് ഗ്രീൻ ടീ ഒരു ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ഗ്രീൻ ടീ എടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഗ്രീൻ ടീ ആയ ആ ഒരു വെള്ളം മാത്രം നമുക്ക് തയ്യാറാക്കി വേണ്ടി വരും. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ്
മാത്രം എടുക്കുക. അതൊരു അരിപ്പയിൽ കൂടി പിഴിഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ 15 മിനിറ്റിന് ശേഷം ഞാൻ അതും കൂടി നമ്മുടെ നേരത്തെ കുക്കുംബർ ജ്യൂസിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് നമുക്ക് വേണ്ടത്. അലോവേര ജെല്ല് നന്നായിട്ട് തന്നെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ വെള്ളത്തിൽ അതിടുന്ന സമയത്ത് അത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ബീറ്റർ പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം, അതായത് ഹാൻഡ് ബീറ്റർ ഉണ്ടല്ലോ, ഇലക്ട്രിക് അല്ലാത്ത, അതിനെ കൊണ്ടെല്ലാം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ അലോവേര ജെൽ ഇതിലേക്ക് മിക്സായി കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിൽ അടച്ച് വെച്ച് സൂക്ഷിക്കുക. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് മുഖത്ത്. ഇത് ദിവസം 2 നേരം, അതായത് രാത്രിയും രാവിലെയും നിങ്ങൾക്കിത് മുഖത്തേക്ക് അടിച്ചു കൊടുക്കുക, ഒരു ടോണർ പോലെ. നല്ലൊരു ടോണറാണിത്. അപ്പോൾ എല്ലാവരും ഈ 2 സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും സൂട്ടാണെന്ന് വെച്ചാൽ ആ ഒറ്റൊന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഭയങ്കര യൂസ്ഫുള്ളാണ് രണ്ടും. ഇത് ക്യാരറ്റിൻ്റെതായാലും കുക്കുംബറിൻ്റെ ആയാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.